ഹായ് മൈ ഡിയർ സ്റ്റുഡൻസ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ബ്ലോക്ക് 1 ഇൻട്രൊഡക്ഷൻ ടു ബയോസൈക്കോളജിയിൽ വരുന്ന യൂണിറ്റ് 2, അതായത് ന്യൂറോൺസ് ആൻഡ് നെർവ് ഇമ്പൾസ്. അപ്പം പ്രീവിയസ് ചാപ്റ്ററിൽ ബയോസൈക്കോളജിനെ പറ്റി ഒരു ഇൻട്രൊഡക്ഷൻ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. ബയോസൈക്കോളജി ഫീൽഡ് എന്താണെന്നും മെയിനായിട്ട് അത് ഫോക്കസ് ചെയ്യുന്ന ഏരിയാസ്, ആസ്പെക്ട്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു. ഒപ്പം തന്നെ ഏതൊക്കെ മെത്തേഡ്സ് ആണ് നമുക്ക് ബ്രെയിനെ പറ്റി കൂടുതൽ സ്റ്റഡി നടത്താനും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനൊക്കെ യൂസ് ചെയ്യുന്നത്. ഇതൊക്കെയാണ് കഴിഞ്ഞൊരു ചാപ്റ്ററിൽ ബേസിക് ഇൻട്രൊഡക്ഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അപ്പം ഈ ഒരു ചാപ്റ്ററിൽ മെയിനായിട്ട് നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് സ്ട്രക്ചർ ആയിട്ടുള്ള ന്യൂറോൺസ്, അതിനെ പറ്റിയിട്ടാണ് നമ്മൾ പഠിക്കാനായിട്ട് പോകുന്നത്. അതുപോലെ തന്നെ എങ്ങനെയാണ് ഈ ന്യൂറോൺസ് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നുള്ളത്. അപ്പം നമുക്കറിയാം എല്ലാ ഓർഗാനിസംസും ഒത്തിരി സെൽസ് കൊണ്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് അല്ലേ. കുറേ സെൽസുകൾ കൂടി ചേർന്നിട്ടാണ് ഒരു ഓർഗാനിസം ഉണ്ടായിരിക്കുന്നത്. അപ്പം ഈ ഓരോ സെല്ലിനും അതിൻ്റേതായിട്ടുള്ളൊരു ബേസിക് യൂണിറ്റ് ഉണ്ടാവും, ഒരു ഫങ്ഷണൽ യൂണിറ്റ് ഉണ്ടാവും. അതുപോലെ നമ്മുടെ ഹ്യൂമൻസിൻ്റെ നെർവസ് സിസ്റ്റത്തിൻ്റെ ബേസിക് യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന, ബേസിക് ഫങ്ഷണൽ യൂണിറ്റിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂറോൺസ്. അപ്പം നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ മെയിൻ 2 ഓർഗൻസ് ആണ് ബ്രെയിനും സ്പൈനൽ കോഡും. അപ്പോൾ നമുക്കറിയാം നമ്മൾ ചിന്തിക്കുന്നതും പറയുന്നതും ചെയ്യുന്നതുമായിട്ടുള്ള ഓരോ കാര്യങ്ങളും കൺട്രോൾ ചെയ്യുന്നത് ആരാ? നമ്മുടെ ബ്രെയിനാണ് അല്ലേ. അപ്പം ഈ ബ്രെയിൻ എങ്ങനെയാണ് ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്, എങ്ങനെയാണ് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്, എങ്ങനെയാണ്? ഈ ന്യൂറോൺസിൽ കൂടെയാണ്. അപ്പം ഈ ന്യൂറോൺസ് എങ്ങനെയാണ് ഈ പറയുന്ന ഇമ്പൾസസ് ത്രൂ ഔട്ട് ദ ബോഡി ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്നൊക്കെയാണ് നമ്മൾ ഈ ഒരു യൂണിറ്റിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത്. ഓക്കെ, അപ്പോൾ കടന്നാലോ. So, Neurons are considered as a functional unit of nervous system. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ് എന്നറിയപ്പെടുന്നത് ആരാണ്? ന്യൂറോൺസ് ആർ റെസ്പോൺസിബിൾ ഫോർ ട്രാൻസ്മിറ്റിംഗ് ഇൻഫർമേഷൻ ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ. അപ്പോൾ ബ്രെയിന് ബോഡിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു മീഡിയം വേണം അല്ലേ. അപ്പോൾ ബ്രെയിൻ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്ന ആ ബ്രെയിൻ്റെ ഇൻഫർമേഷൻസ് ഒക്കെ ത്രൂ ഔട്ട് ദ ബോഡി സെൻഡ് ചെയ്യുന്ന ആ ഒരു മീഡിയമാണ് ആര്? ന്യൂറോൺസ് ആണ് ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ ഫ്രം ആൻഡ് ടു ബ്രെയിൻ. ഓക്കെ, ബ്രെയിനിലേക്കും ബോഡിയിൽ നിന്ന് ബ്രെയിനിലേക്കും ഒപ്പം ബ്രെയിനിൽ നിന്ന് ബാക്ക് ടു ബോഡി ഇൻഫർമേഷൻ ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് ആരാണ്? ഈ ന്യൂറോൺസ് ആണ്. ന്യൂറോൺസ് ഹെൽപ്പ് അസ് ടു ഫീൽ, ടേസ്റ്റ്, സീ, മൂവ്, ഫീൽ ഇമോഷൻസ്, റിമെമ്പർ ആൻഡ് കമ്മ്യൂണിക്കേറ്റ്. അപ്പോൾ ഒരു ഹ്യൂമൻ ബീയിങ് എന്ന നിലയിൽ നമ്മൾ ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റീസ്, ബിഹേവിയർ, നമ്മുടെ ഇമോഷൻസ് എല്ലാം കൺട്രോൾ ചെയ്യുന്നത് ആരാണ്? ഈ പറയുന്ന ന്യൂറോൺസ്. അതായത് ബ്രെയിനാണ് കൺട്രോൾ ചെയ്യുന്നത്. ബ്രെയിൻ്റെ ഉള്ളിൽ ഈ പറയുന്ന എല്ലാം ചെയ്യുന്നത് ആരാണ്? നമ്മുടെ ന്യൂറോൺസ് ആണ്. ഓക്കെ, according to Williams and Harrop, there are approximately 100 billion neurons in an adult human brain. അതായത് വില്യംസും ഹാരപ്പും പറയുന്ന എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഡൾട്ട് ഹ്യൂമൻ ബ്രെയിനിൽ ഏകദേശം 100 ബില്യൺ ന്യൂറോൺസ് ഉണ്ടെന്നാണ്. അതിൽ 12 മുതൽ 15 ബില്യൺ ന്യൂറോൺസ് നമ്മുടെ സെറിബ്രൽ കോർട്ടെക്സും അതിനോടനുബന്ധിച്ച് ഏരിയയിലുമാണ്. അതായത് സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ബ്രെയിനിൻ്റെ ഏറ്റവും ലാർജസ്റ്റ് പാർട്ടാണ് സെറിബ്രം. സെറിബ്രത്തിൻ്റെ ഔട്ടർ സർഫസിനെയാണ് നമ്മൾ സെറിബ്രൽ കോർട്ടെക്സ് എന്ന് പറയുന്നത്. അവിടെ 12 മുതൽ 15 ബില്യൺ ന്യൂറോൺസ് വരെ കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ 70 ബില്യൺ ന്യൂറോൺസ് സെറിബെല്ലത്തിൽ, സെക്കൻഡ് ലാർജസ്റ്റ് പാർട്ട് ഓഫ് ദ ബ്രെയിൻ ആണ് സെറിബെല്ലം. നമ്മുടെ ബാലൻസ് ഒക്കെ മെയിൻറ്റെയിൻ ചെയ്യുന്നത് സെറിബെല്ലാണ്. അപ്പോൾ സെറിബെല്ലത്തിൽ 70 ബില്യൺ ന്യൂറോൺസ് കാണപ്പെടുന്നുണ്ട്. അതുപോലെ തന്നെ 1 ബില്യൺ ന്യൂറോൺസ് നമ്മുടെ സ്പൈനൽ കോഡിൽ. ഓക്കെ, അപ്പം ഇറ്റ് ഈസ് എ വേരിയഡ് ഷേപ്സ് ആൻഡ് സൈസ്. അപ്പം ന്യൂറോൺസ് എന്ന് പറയുന്ന പല ഷേപ്പിൽ, സൈസിൽ, എല്ലാത്തിലും പല ഡിഫറെൻറ്റ് കൈൻഡ്സ് ഓഫ് ന്യൂറോൺസ് കാണപ്പെടുന്നു. ഓക്കെ, ഇപ്പം ഇത് കണ്ടോ, ഈ പറയുന്ന എല്ലാ ന്യൂറോൺസും ഇങ്ങനെ ഞരമ്പുകൾ പോലെ കാണുന്നതുണ്ടോ? ഇങ്ങനെ നെറ്റ്വർക്ക് ഓഫ് ന്യൂറൽ നെറ്റ്വർക്ക്സ് ആണ് നമ്മുടെ ബ്രെയിനും സ്പൈനൽ കോഡിലൊക്കെ. അപ്പോൾ ഈ നെറ്റ്വർക്ക്സ് ആണ് വളരെ ഫാസ്റ്റായിട്ട് ഇൻഫർമേഷൻസ് ത്രൂ ഔട്ട് ദ ബോഡി ട്രാൻസ്പോർട്ട് ചെയ്യാനായിട്ട് നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്. ഓക്കെ, ഇനി സ്ട്രക്ചർ ഓഫ് ന്യൂറോൺ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കാണ്. അതായത് ന്യൂറോണിൻ്റെ ബേസിക് സ്ട്രക്ചർ. അപ്പം ന്യൂറോൺസ് റിസീവ് ആൻഡ് പ്രോസസ് ഇൻഫർമേഷൻ ടു ആൻഡ് ഫ്രം ദ ബ്രെയിൻ ആസ് ഓൾറെഡി സെറ്റ്. The electrical signal that the neuron conduct is known as a nerve impulse. അപ്പോൾ ആ ന്യൂറോൺ ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ആ ഒരു മെസ്സേജ്,
അല്ലെങ്കിൽ ആ ഒരു ഇലക്ട്രിക്കൽ സിഗ്നലിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് നെർവ് ഇമ്പൾസ് അല്ലെങ്കിൽ ആക്ഷൻ പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് 3 മെയിൻ പാർട്സ് ഓഫ് എ ന്യൂറോൺ ആർ ഡെൻഡ്രൈറ്റ്, സോമ ഓർ സെൽ ബോഡി ആൻഡ് ആക്സോൺ. അപ്പം ഒരു ന്യൂറോണിൻ്റെ ബേസിക് 3 സ്ട്രക്ചേഴ്സ് എന്തൊക്കെയാണ്? ഒന്ന് ഡെൻഡ്രൈറ്റ്സ്, പിന്നെ സെൽ ബോഡി അല്ലെങ്കിൽ സോമ, അതുപോലെ തന്നെ ആക്സൺ. ഇപ്പോൾ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറഞ്ഞാൽ ഈ ബ്രാഞ്ച് ലൈക്ക് സ്ട്രക്ചറാണ് ഡെൻഡ്രൈറ്റ്സ്. സെൽ ബോഡി എന്ന് പറയുന്നതാണ് ഈ നടുക്കലത്തെ ഭാഗം അല്ലെങ്കിൽ സോമ. അവിടെയാണ് നമ്മുടെ ന്യൂക്ലിയസ് കാണുന്നത്. ന്യൂക്ലിയസ് കാണുന്നത് ഈ ബ്ലൂ കളറാണ് ന്യൂക്ലിയസ്. ആൻഡ് ഈ തിൻ ലോങ് സ്ലെൻഡർ ട്യൂബ് കണ്ടോ, ഇതാണ് ആക്സൺ എന്ന് പറയുന്നത്. ഓക്കെ, അതുപോലെ തന്നെ ഈ ഒരു ആക്സണിൽ നമുക്കൊരു പിങ്കിഷ് കളർ ഇങ്ങനെ കാണാം. അതിനെയാണ് നമ്മൾ മൈലിൻ ഷീത്ത് എന്ന് വിളിക്കുന്നത്. ഒരു കവറിങ് പോലെ, ആക്സണിന് ഒരു പ്രൊട്ടക്റ്റീവ് കവറിങ് പോലെ ആക്ട് ചെയ്യുന്നതാണ് മൈലിൻ ഷീത്ത്. അതുപോലെ തന്നെ ഓരോ മൈലിൻ ഷീത്തും ഇങ്ങനെ ഇവിടെ ഓരോ കുഴി കണ്ടോ, ഓരോ ജംഗ്ഷൻ. ഓരോ മൈലിൻ ഷീത്തിൻ്റെ ജംഗ്ഷനെയാണ് നമ്മൾ നോട്ട്സ് ഓഫ് റാൻവീർ എന്ന് പറയുന്നത്. നോട്ട്സ് ഓഫ് റാൻവീറിൻ്റെ മെയിൻ ഫംഗ്ഷൻ എന്ന് പറഞ്ഞാൽ ക്വിക്ക് ട്രാൻസ്മിഷൻ ഓഫ് ഇമ്പൾസസ്. അതായത് ഒരു ഇമ്പൾഷൻ, ഒരു ഇമ്പൾസ് അല്ലെങ്കിൽ ഒരു മെസ്സേജ് ഇതുവഴി പാസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് ജമ്പ് ചെയ്ത് പോകാനായിട്ട് ഈ നോട്ട്സ് ഓഫ് റാൻവീർ ഹെൽപ്പ് ചെയ്യും. അതുപോലെ തന്നെ മൈലിൻ ഷീത്തും സ്മൂത്ത് ട്രാൻസ്മിഷന് വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, അപ്പോൾ നമുക്ക് നോക്കാം. ദ സെൽ ബോഡി ഈസ് എ മെറ്റബോളിക് സെൻറ്റർ ഓഫ് ദ ന്യൂറോൺ ആൻഡ് ഈസ് ഓൾസോ കോൾഡ് എസ് എ സോമ. അപ്പോൾ ഏതൊരു സെല്ലായിക്കോട്ടെ അതിനൊരു സെൽ ബോഡി ഉണ്ടാവും, വേർ ദ ന്യൂക്ലിയസ് ഇസ് സിറ്റുവേറ്റഡ് അല്ലേ. അപ്പോൾ ഇതാണ് സെൽ ബോഡി, അതാണ് മെറ്റബോളിക് സെൻറ്റർ. ഓക്കെ, ദർ ഇസ് എ ന്യൂക്ലിയസ് ഇൻ ഇറ്റ് സെൻറ്റർ. ദ ഡെൻഡ്രൈറ്റ്സ് ആർ ദ എക്സ്റ്റൻഷൻസ് ഫ്രം ദ സെൽ ബോഡി വിച്ച് ലുക്ക് ലൈക്ക് ബ്രാഞ്ചസ് ഓഫ് എ ട്രീ. അപ്പോൾ ഡെൻഡ്രൈറ്റ്സ് എന്ന് പറയുന്നത് എന്താ? ഈ എക്സ്റ്റൻഷൻ, സെൽ ബോഡിയിൽ നിന്ന് കാണപ്പെടുന്ന എക്സ്റ്റൻഷൻസ് വിച്ച് ലുക്സ് ലൈക്ക് എ ബ്രാഞ്ചസ് ഓഫ് ട്രീ, ഒരു ട്രീയുടെ ബ്രാഞ്ചസ് പോലെ, ചില്ലകൾ പോലെ കാണപ്പെടുന്നതാണ് ഡെൻഡ്രൈറ്റ്സ്. ഈ ഡെൻഡ്രൈറ്റ്സ് ആണ് മറ്റ് ന്യൂറോൺസ് ആയിട്ട് കണക്ട് ചെയ്യുന്നത് കേട്ടോ. The tips of the dendrites have sensory receptors that receive the stimuli from the other neurons and they begin the process of nerve impulse by sending these impulses to the cell body. അപ്പം ഈ പറയുന്ന ഡെൻഡ്രൈറ്റ്സിന് സെൻസറി റിസെപ്റ്റേഴ്സ് ഉണ്ട്. ഇവരാണ് ഈ ഇൻഫോർമേഷൻസ് റിസീവ് ചെയ്തിട്ട് മറ്റുള്ള ന്യൂറോൺസിന് സെൻഡ് ചെയ്ത് കൊടുക്കുന്നത്. ഓക്കെ, ഇനി ദ ആക്സൺ ഇസ് എ ലോങ് സ്ലെൻഡർ പാർട്ട് ഓഫ് ദ ന്യൂറോൺ ദാറ്റ് എക്സ്റ്റെൻസ് ഫ്രം എ പോർഷൻ ഓഫ് ദ സെൽ ബോഡി നോൺ ആസ് ആക്സൺ ഹില്ലോക്ക്. ആക്സൺ ഹില്ലോക്ക് ഇസ് എ കോൺ ഷേപ്ഡ് റീജിയൻ അറ്റ് ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ആക്സൺ ആൻഡ് ദ സെൽ ബോഡി. അപ്പം ആക്സൺ എന്ന് പറയുന്നത് നേരത്തെ പറഞ്ഞ പോലെ ഈ കാണുന്ന ട്യൂബിനെയാണ് നമ്മൾ ആക്സൺ എന്ന് പറയുന്നത്. സെൽ ബോഡിയും ആക്സണായിട്ട് കണക്ട് ചെയ്യുന്ന ഈ കോൺ ഷേപ്പിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ആക്സോൺ ഹില്ലോക്ക് എന്ന് പറയുന്നത്. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ തന്നെ മൈലിൻ ഷീത്ത് കവർ ചെയ്തിട്ടുണ്ട്. പിന്നെ ഈ ആക്സോണിൻ്റെ ടെർമിനലിൽ കാണുന്നത് ഇങ്ങനെ ഉണ്ടോ, ഇതാണ് ഈ ഒരു കംപ്ലീറ്റ് നെർവിൻ്റെ എൻഡാണ് ഈ കാണുന്നത്. ഇതിനെയാണ് നമ്മൾ ടെർമിനൽ ബട്ടൺസ് എന്ന് പറയുന്നത്. ആ ആക്സോണിൻ്റെ എൻഡ് ടെർമിനൽ ബട്ടൺസ്. പിന്നെ ആക്സോൺസ് വേരി ഇൻ ലെങ്ത് ആൻഡ് ഡയമീറ്റർ വിത്ത് ലാർജർ ഡയമീറ്റർ ഇൻഡിക്കേറ്റിംഗ് ഫാസ്റ്റർ ആക്ഷൻ പൊട്ടൻഷ്യൽ. അപ്പം ഈ പറയുന്ന ആക്സൺസ് പല ലെങ്ത്തിലും ഡയമീറ്ററിലൊക്കെ ഉണ്ട്. ഡയമീറ്റർ കൂടുന്തോറും ആക്ഷൻ പൊട്ടൻഷ്യൽ ഫാസ്റ്റായിട്ട് ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഇനി ഗ്ലയൽ സെൽസ്. അപ്പം നമ്മൾ ന്യൂറോൺസിനെ പറ്റി പറഞ്ഞു. ഇനി ന്യൂറോൺസ് അല്ലാതെ വേറെ കുറച്ച് സെൽസ് പ്രസൻ്റ് ആണ് നമ്മുടെ ബോഡിയിൽ. അതിനാണ് നമ്മൾ ഗ്ലയൽ സെൽസ് എന്ന് പറയുന്നത്. ഇവരുടെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ദേ ആർ ദി അതർ പ്രൈമറി സെൽസ് ദാറ്റ് പ്രൊവൈഡ് സപ്പോർട്ട് ടു ദ ന്യൂറോൺസ്. ഓക്കെ, ഓൾസോ നോൺ ആസ് ന്യൂറോഗ്ലിയ ഓർ ഗ്ലിയ. അപ്പോൾ എന്താണ്? നമ്മുടെ ന്യൂറോൺസിന് സപ്പോർട്ട് കൊടുക്കുന്ന വേറെ സെൽസിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? ഗ്ലയൽ സെൽസ്. ഓക്കെ, വേറെ പേരുകളാണ് ന്യൂറോഗ്ലിയ അല്ലെങ്കിൽ ഗ്ലിയ. ഇനി ഗ്ലയൽ സെൽസ് ഓൾസോ എഫക്ട് തിങ്കിങ്, ലേണിംഗ്, മെമ്മറി, പെർസെപ്ഷൻ ആൻഡ് ഹെൽപ്പ് ഇൻ മെയിൻറ്റെയിനിങ് എ സ്റ്റേറ്റ് ഓഫ് ഹോമിയോസ്റ്റാറ്റിസ് ഓഫ് ദ നെർവസ് സിസ്റ്റം. അപ്പം ഈ പറയുന്ന എല്ലാ പ്രോസസ്സിനും നമ്മൾ ഹെൽപ്പ് ചെയ്യും. ഒപ്പം തന്നെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഒരു ഹോമിയോസ്റ്റാറ്റിസ്, ഒരു ഇക്വിലിബ്രിയം മെയിൻറ്റെയിൻ ചെയ്യാനായിട്ട് ഈ ഗ്ലയൽ സെൽസ് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, ഗ്ലയൽ സെൽസ് ഡെലിവർ ന്യൂട്രി. ഇനി മെയിൻ ഫങ്ഷൻസ് ഓഫ് ഗ്ലയൽ സെൽസ് നോക്കാം. എന്തൊക്കെയാണ്? ഒന്ന്, നമ്മുടെ ന്യൂറോൺസിന് ന്യൂട്രിയൻസ് കൊടുക്കുക. രണ്ട്, നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആക്സോണിൻ്റെ ചുറ്റുമുള്ള മൈലിൻ ഷീത്ത് ഉണ്ടല്ലോ, അത് പ്രൊഡ്യൂസ് ചെയ്യുക. മൂന്നാമത്തെ കാര്യം, വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ ക്ലീൻ ചെയ്യുക, ഡെഡ് ന്യൂറോൺസിനെയൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റുക എന്നുള്ളതാണ് മൂന്നാമത്തെ ഫംഗ്ഷൻ. നാലാമത്തെ ഫംഗ്ഷൻ എന്താ? പ്രീനേറ്റൽ പീരീഡിൽ പുതിയ ന്യൂറോൺസ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഈ ഗ്ലയൽ സെൽസ് ഹെൽപ്പ് ചെയ്യും. പ്രീനേറ്റൽ പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ
ഒരു പ്രഗ്നൻസി പീരീഡ്, അതായത് കുട്ടി ജനിക്കുന്നതിന് മുമ്പുള്ളതാണ് പ്രീനേറ്റൽ പീരീഡ്, അതായത് അമ്മയുടെ വയറ്റിലായിരിക്കുന്ന സമയം. ആ സമയത്ത് പുതിയ ന്യൂറോൺസ് ജനറേറ്റ് ചെയ്യാനായിട്ട് ഈ ഗ്ലയൽ സെൽസ് ഹെൽപ്പ് ചെയ്യും. അപ്പം 4 ഫങ്ഷൻസ് ഓഫ് ഗ്ലയൽ സെൽസ് എന്താണ്? ഒന്ന്, ന്യൂറോൺസിന് ആവശ്യമായിട്ടുള്ള ന്യൂട്രിയൻസ് പ്രൊവൈഡ് ചെയ്യുക. രണ്ടാമത്തത് ആക്സൺസിന് ചുറ്റുമുള്ള മൈലിൻ ഷീത്ത് പ്രൊഡ്യൂസ് ചെയ്യുക. മൂന്നാമത്തത് ക്ലീനപ്പ് ചെയ്യുക, എന്ത് വേസ്റ്റ് പ്രോഡക്ട്സ് ഒക്കെ ക്ലീൻ ചെയ്യുക, ഡെഡ് ന്യൂറോൺസിനേക്ക് അവിടെ നിന്ന് മാറ്റുക. നാലാമത്തത് പ്രീനേറ്റൽ പീരീഡിൽ പുതിയ ന്യൂറോൺസ് ജനറേറ്റ് ചെയ്യുക എന്നുള്ളത്. ഇനി 4 ടൈപ്സ് ഓഫ് ഗ്ലയൽ സെൽസ് ഉണ്ട്. ദെയർ ആർ 4 ടൈപ്സ് ഓഫ് ഗ്ലയൽ സെൽസ്. ഏതൊക്കെയാ? ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്, ഷ്വാൻ സെൽസ്, മൈക്രോഗ്ലിയ ആൻഡ് ആസ്ട്രോസൈറ്റ്സ്. ഈ 4 സെൽസിന് 4 ഫങ്ഷൻസ് ആണ് ഉള്ളത്. ഒളിഗോഡെൻഡ്രോസൈറ്റ്സ് എന്ന് പറയുന്നത് സെൻട്രൽ നെർവസ് സിസ്റ്റം, അതായത് ബ്രെയിനിലും സ്പൈനൽ കോഡിലും കാണപ്പെടുന്ന ന്യൂറോൺസിൻ്റെ ചുറ്റുമുള്ള, അതായത് നമ്മൾ പറയുന്ന ആക്സോൺസിന് ചുറ്റുമുള്ള മൈലിൻ ഷീത്ത് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഒളിഗോഡെൻഡ്രോസൈറ്റ്സിൻ്റെ ഫംഗ്ഷൻ. ഷ്വാൻ സെൽസിൻ്റെ ഫംഗ്ഷൻ പെരിഫറൽ നെർവ് സിസ്റ്റം, അതായത് ബ്രെയിനും സ്പൈനൽ കോഡും വരുന്നില്ല, മറിച്ച് അവയിൽ നിന്ന് എമർജ് ചെയ്യുന്ന നെർവ്സ്, നമ്മുടെ ബോഡി ത്രൂ ഔട്ട് കാണപ്പെടുന്ന നെർവ്സിന് ചുറ്റും മൈലിൻ ഷീത്ത് പ്രൊഡ്യൂസ് ചെയ്യുക എന്നുള്ളതാണ് ഷ്വാൻ സെൽസിൻ്റെ ഫംഗ്ഷൻ. മൈക്രോഗ്ലിയ എന്ന് പറയും മൈക്രോ ഓർഗാനിസത്തിൽ നിന്നൊക്കെ ഒരു പ്രൊട്ടക്ഷൻ ന്യൂറോൺസിന് കൊടുക്കുക. കുറച്ച് മൈക്രോ ഓർഗാനിസം ഒക്കെ വരും ഇൻവേഡ് ചെയ്യാനായിട്ട്, അപ്പം അവരിൽ നിന്ന് നമ്മുടെ ന്യൂറോൺസിനെ പ്രൊട്ടക്റ്റ് ചെയ്യുക എന്നുള്ളതാണ് മൈക്രോഗ്ലിയയുടെ ഫംഗ്ഷൻ. ആസ്ട്രോസൈറ്റ്സിൻ്റെ ഫംഗ്ഷൻ ക്ലീൻ ചെയ്യുക എന്നുള്ളത്, അതായത് ഡെഡ് ന്യൂറോൺസിനെയൊക്കെ അവിടെ നിന്ന് എടുത്ത് മാറ്റുക, മൊത്തത്തിൽ ഒരു ന്യൂറോൺ ക്ലീൻ ആക്കി വെക്കുക എന്നുള്ളതാണ് ആസ്ട്രോസൈറ്റ്സിൻ്റെ ഫംഗ്ഷൻ. ഗ്യാപ്സ് ബിറ്റ്വീൻ ദ മൈലിൻ ഷീത്ത് ആർ നോൺ ആസ് നോട്ട്സ് ഓഫ് റാൻവീർ. അത് ഞാൻ ഓൾറെഡി നേരത്തെ പറഞ്ഞു. ഇതേ ഇവിടെ പിക്ചർ കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഷ്വാൻ സെൽസ് ഇതേ കണ്ടോ, പിന്നെ ഒളിഗോഡെൻഡ്രോസൈറ്റ്സ്, മൈക്രോഗ്ലിയൽ സെൽസ്, ആസ്ട്രോസൈറ്റ്സ്, അതിൻ്റെയൊക്കെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. ഇനി അടുത്തത് ടൈപ്സ് ഓഫ് ന്യൂറോൺസ്. അപ്പം ന്യൂറോൺസ് അവയുടെ സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ടും ഫങ്ഷനെ ബേസ് ചെയ്തിട്ടും ഡിവൈഡ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. ഓക്കെ, അപ്പം സ്ട്രക്ചറിനെ ബേസ് ചെയ്തിട്ട് 3 തരത്തിലാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്: യൂണിപോളർ, ബൈപോളർ ആൻഡ് മൾട്ടിപോളർ. യൂണിപോളർ നമുക്കറിയാം, യൂണി എന്ന് പറയുന്നത് 1 ആണ്. അപ്പം അവർക്ക് ഒരു ആക്സോണുള്ളൂ, അത് സെൽ ബോഡിയിൽ നിന്ന് സെപ്പറേറ്റ് ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. പിന്നെ ബ്രാഞ്ചസ് ഇൻ ടു 2, അതായത് ഇതേ കണ്ടോ, ഇത് യൂണിപോളറാണ്. സെൽ ബോഡിയിൽ നിന്ന്, ഇതാണ് സെൽ ബോഡി അല്ലേ, സെൽ ബോഡിയിൽ നിന്ന് കുറച്ച് സെപ്പറേറ്റ് ചെയ്താണ് ഇരിക്കുന്നത്. ഒരു ആക്സോൺ ആണ്, അതായത് ഇതേ കണ്ടോ, ഒരു ആക്സോൺ ആണ്. പിന്നെ ദേ ആർ സെപ്പറേറ്റഡ് ഇൻ ടു, ദേ ആർ ബ്രാഞ്ച്ഡ് ഇൻ ടു 2. ഓക്കെ, ബൈപോളാർ തന്നെ, ബൈ എന്ന് പറഞ്ഞാൽ 2 ആണ്. അപ്പം നോക്കി, ഇവിടെ 2 ആക്സോൺ ഉണ്ട്, അല്ലല്ല സോറി, 1 ആക്സോണും 1 ഡെൻഡ്രൈറ്റും ആണ് ഉള്ളത്. ഓക്കെ, മെയിൻലി ബൈപോളാർ ന്യൂറോൺസ് എവിടേക്ക് കാണപ്പെടുന്നതെന്ന് വെച്ചാൽ നമ്മുടെ കണ്ണിലെ റെറ്റിനയിൽ, നമ്മുടെ ഇന്നർ ഇയറിൽ, അതുപോലെ തന്നെ ഓൾഫാക്ടറി പാത്തിലാണ് ബൈപോളാർ ന്യൂറോൺസ് കാണപ്പെടുന്നത്. മൾട്ടിപോളാർ എന്ന് പറയുന്നത് അവർക്ക് ഒരു ആക്സോണുള്ളൂ, കണ്ടോ, ഒറ്റ ആക്സോണുള്ളൂ, പക്ഷേ മൾട്ടിപ്പിൾ ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്, കണ്ടോ, കുറേ ഡെൻഡ്രൈറ്റ്സ് ഉണ്ട്. അപ്പം അതാണ് വ്യത്യാസം. യൂണിപോളാറിന് ഒരു ആക്സോണുള്ളൂ, അത് ഒരു സെൽ ബോഡിയിൽ നിന്ന് സെപ്പറേറ്റഡ് ആണ്, പിന്നെ 2 ആയിട്ട് വിഭജിച്ച് പോകുന്നു. ബൈപോളാറിൽ ഒരു ആക്സോണും ഒരു ഡെൻഡ്രൈറ്റും. മെയിൻലി കാണപ്പെടുന്നത് അപ്പോൾ ക്വസ്റ്റ്യൻ വരെ, കണ്ണിലെ റെറ്റിനയിൽ കാണപ്പെടുന്ന ന്യൂറോൺ ഏത് ടൈപ്പാണ്? ബൈപോളാറാണ്. അതുപോലെ ഇന്നർ ഇയറിലും ഓൾഫാക്ടറി പാത്തിലും കാണപ്പെടുന്നത് ബൈപോളാറാണ്. പിന്നെ മൾട്ടിപോളാർ എന്ന് പറഞ്ഞാൽ ഒരു ആക്സോണും മൾട്ടിപ്പിൾ ഡെൻഡ്രൈറ്റ്സും. ഓക്കെ, ഇനി അടുത്തത് ഫങ്ഷൻസിൻ്റെ ബേസ് ചെയ്ത് ന്യൂറോൺസ് 3 തരത്തിൽ ഡിവൈഡ് ചെയ്തിട്ടുണ്ട്: അഫറൻറ്റ്, എഫറൻറ്റ് ആൻഡ് ഇൻ്റർ ന്യൂറോൺസ്. അഫറൻറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സെൻസ് ഓർഗൻസിൽ നിന്ന്, അല്ലെങ്കിൽ സെൻസറി ഇൻഫോർമേഷൻസ് ബ്രെയിനിലോട്ട് എത്തിക്കുക, അല്ലെങ്കിൽ സ്പൈനൽ കോഡിലേക്ക് എത്തിക്കുന്ന ആൾക്കാരാണ് ആര്? അഫറൻറ്റ് ന്യൂറോൺസ്. അവർ സെൻസറി ന്യൂറോൺസ് ആണ്, അതായത് ബോഡിയിൽ നിന്ന് സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലോട്ട് എത്തിക്കുന്നതാണ് അഫറൻ്റ് എങ്കിൽ. എഫറൻ്റ് ഇപ്പോൾ അവിടെ ഇൻഫോർമേഷൻ എത്തിച്ചു, അപ്പോൾ ബ്രെയിന് തിരിച്ച് ബോഡിയായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണമെങ്കിൽ ഒരു ന്യൂറോൺസ് വേണമല്ലോ. ആ ന്യൂറോൺസ് ആണ്, അതായത് ബ്രെയിനിൽ നിന്ന് തിരിച്ച് ബോഡിയിലോട്ട് ഇൻഫോർമേഷൻ പാസ് ചെയ്യുന്ന ന്യൂറോൺസ് ആണ് ആര്? എഫറൻറ്റ് ന്യൂറോൺസ്. ഓക്കെ, ദേ ടേക്ക് ദ ന്യൂറോൺസ് എവേ ഫ്രം ദ സെൻട്രൽ നെർവസ് സിസ്റ്റം ടു ദ മസിൽസ് ഓർ ദ ഗ്ലാൻസ്, ഓൾസോ നോൺ ആസ് ദ മോട്ടോർ ന്യൂറോൺസ്. അവർ മോട്ടോർ ന്യൂറോൺസ് എന്നും കൂടി അറിയപ്പെടും, കാരണം നമ്മൾ ആക്ഷന് പ്രിപ്പയർ ചെയ്യുന്നത് മോട്ടോർ ന്യൂറോൺസ് ആണ്. ഫോർ എക്സാമ്പിൾ, നമ്മളറിയാതെ നമ്മുടെ കൈ തീയിൽ കൊണ്ടു എന്ന് വിചാരിക്കുക. തീയിൽ കൊണ്ടപ്പം അത് ചൂടാണ്, ആ ഒരു
കൈ ഹോട്ട് ആവുന്നുണ്ട് എന്നുള്ളൊരു ഇൻഫർമേഷൻ കൊണ്ടുപോകുന്നത് അഫറൻറ്റ് ന്യൂറോൺ ആണ്. എവിടേക്ക്? നമ്മുടെ സ്പൈനൽ കോഡിലേക്ക്. സ്പൈനൽ കോഡിൽ എത്തിക്കഴിയുമ്പോൾ സ്പൈനൽ കോഡ് തിരിച്ച് എന്ത് ചെയ്യുന്നു? ഒരു ന്യൂറോൺ വഴി മെസ്സേജ് നമ്മുടെ മസിൽസിലോട്ട്, നമ്മുടെ കൈയിലെ മസിൽസിലോട്ട് ഇൻഫർമേഷൻ പാസ് ചെയ്യണം. എന്ത്? കൈ എത്രയും പെട്ടെന്ന് വലിക്കണം, അത് ഡേഞ്ചറസ് ആണ്. അപ്പോൾ നമ്മുടെ മസിൽസ് എന്ത് ചെയ്യുന്നു? പെട്ടെന്ന് തന്നെ നമ്മുടെ കൈ തിരിച്ച് ബാക്കിലോട്ട് വലിക്കുന്നു. അപ്പം അതാണ്, അതായത് നമ്മുടെ സ്കിന്നിൽ നിന്ന് സ്പൈനൽ കോഡിലേക്ക് കൊണ്ടുപോകുന്ന നെർവിനെയാണ് നമ്മൾ അഫറൻറ്റ് എന്ന് പറയുന്നത്. തിരിച്ച് സ്പൈനൽ കോഡിൽ നിന്ന് നമ്മുടെ മസിലിലേക്കോ അല്ലെങ്കിൽ ബാക്ക് ടു നമ്മുടെ സ്കിന്നിലേക്ക് മെസ്സേജ് തിരിച്ചു കൊണ്ടുവരുന്ന ന്യൂറോണാണ് എഫറൻറ്റ് ന്യൂറോൺ. ഇന്റർ ന്യൂറോൺസ് ആണ് ഇവരെ തമ്മിൽ കണക്ട് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടും ഇൻഫർമേഷൻസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ന്യൂറോൺസ് ആണ് ഇന്റർ ന്യൂറോൺസ്. ലൈ വിത്തിൻ ദി സെൻട്രൽ നെർവസ് സിസ്റ്റം ആൻഡ് ക്യാരി ഇൻഫർമേഷൻ ഫ്രം ദി അഫറൻറ്റ് ന്യൂറോൺസ് ടുവേർഡ്സ് ദി എഫറൻറ്റ് ന്യൂറോൺസ്. ഓക്കെ, ഇനി അടുത്തത് ന്യൂറൽ കണ്ടക്ഷൻ. അതായത് നമ്മളിപ്പോൾ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ പഠിച്ചു, ടൈപ്സ് ഓഫ് ന്യൂറോൺസും പഠിച്ചു, അതുകൂടാണ്ട് തന്നെ ഗ്ലയൽ സെൽസിനെ പറ്റിയും ഡിസ്കസ് ചെയ്തു. ഇനി അടുത്തത് വരുന്നതാണ് ന്യൂറൽ കണ്ടക്ഷൻ. അതായത് എങ്ങനെയാണ് ഈ പറയുന്ന മെസ്സേജുകൾ ഒരു ന്യൂറോണിൻ്റെ ഉള്ളിൽ ജനറേറ്റ് ചെയ്ത് അത് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത് എന്ന് നമുക്ക് നോക്കാം. അല്ലെങ്കിൽ അത് ട്രാവൽ ചെയ്യുന്ന പാത്ത് വേ എങ്ങനെയാണെന്ന് നോക്കാം. A neuron that is at rest when not firing a nerve impulse or a message is actually electrically charged. അതായത് ഒരു ന്യൂറോൺ ഒരു മെസ്സേജ് ഒന്നും ട്രാൻസ്മിറ്റ് ചെയ്യുന്നില്ല, നെർവ് ഇമ്പൾസ് ഒന്നും ട്രാൻസ്മിറ്റ് ചെയ്യില്ല. അപ്പോൾ ആ ന്യൂറോൺ റെസ്റ്റിലായിരിക്കും. റെസ്റ്റ് എന്നാണ് പറയുന്നത്. ന്യൂറോൺ ഈസ് അറ്റ് റെസ്റ്റ്. ആ സമയത്ത് ആ ന്യൂറോൺ ഇലക്ട്രിക്കലി ചാർജ്ഡ് ആണ്. കാരണം, അങ്ങനെ പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ ആ ന്യൂറോണിൻ്റെ അകത്ത് ഇൻസൈഡ് ദ മെമ്മറിൻ നെഗറ്റീവ്ലി ചാർജ്ഡും ആയിരിക്കും, ഔട്ട്സൈഡ് ദ മെമ്മറിൻ നെഗറ്റീവ്ലി. അതായത് ഈ ന്യൂറോൺസിൻ്റെ ഇൻസൈഡ് ദ മെമ്മറിൻ ഔട്ട്സൈഡ് ദ മെമ്മറിൻ പോസിറ്റീവ്ലിയും നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ഉണ്ട്. പക്ഷേ മെമ്മറിൻ്റെ ഔട്ട്സൈഡ് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ മെമ്മറൈൻ്റെ ഇൻസൈഡിൽ കുറച്ചും കൂടി നെഗറ്റീവ് ചാർജസ് കൂടുതലാണ്. ഓക്കെ, സോ കമ്പയർഡ് ടു ദ ഔട്ട്സൈഡ് ഓഫ് ദ മെമ്മറിയിൽ ദ നെഗറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ആർ ഹയർ ഇൻ എവിടെ? ഇൻസൈഡ് ദ മെമ്മറി. ഓക്കെ, അത് കാരണം വരാൻ എന്താന്ന്, അങ്ങനെ വരാനായിട്ടുള്ള ചാൻസ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെപ്പോഴും എക്സസ് പോസിറ്റീവ് അയോൺസിനെ തിരിച്ച് ഫ്ലഷ് ഔട്ട് ചെയ്യും. അതായത് ഇപ്പം എക്സസ് പോസിറ്റീവ് അയോൺസ് മെമ്മറിൻ്റെ അകത്തേക്ക് കയറിയാലും ആ ആക്ഷൻ പൊട്ടൻഷ്യൽ നെർവ് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്ത് കഴിയുമ്പം എക്സസ് പോസിറ്റീവ് അയോൺസിനെ അവർ ബാക്കിലോട്ട് പുഷ് ചെയ്ത് വിടും. അതായത് മെമ്മറീൻ്റെ പുറത്തോട്ട് പുഷ് ചെയ്ത് വിടും. അപ്പോൾ എന്ത് പറ്റും? അവിടെ നെഗറ്റീവ് ചാർജ് കൂടുതലായിട്ട് നിൽക്കും. ഓക്കെ, അപ്പം ഈ മെമ്മറീന് ചുറ്റും ഒരു ജെല്ലി ലൈക്ക് സൊല്യൂഷൻ ഉണ്ട്. അവിടെ ചാർജ്ഡ് പാർട്ടിക്കിൾസ് കാണാം നമുക്ക്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസും ഉണ്ട്, നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസും ഉണ്ട്. പോസിറ്റീവ്ലി ചാർജ്ഡ് ചാർജ്ഡ് പാർട്ടിക്കിൾസ് നമ്മൾ അയോൺസ് എന്ന് വിളിക്കുന്നത്. ഈ പോസിറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസിനെ നമ്മൾ കാറ്റിയോൺസ് എന്നും നെഗറ്റീവ്ലി ചാർജ്ഡ് പാർട്ടിക്കിൾസ് നമ്മൾ ആനിയോൺസ് എന്നും വിളിക്കുന്നു. ഓക്കെ, ഇനി പോസിറ്റീവ്ലി ചാർജ്ഡ് അയോൺസ് ഏതൊക്കെയാ? സോഡിയം, കാൽഷ്യം, പൊട്ടാസ്യം, ക്ലോറൈഡ്. ഈ പറയുന്ന 4 പേരാണ് പോസിറ്റീവ്ലി ചാർജ്ഡ്. ഇനി ദ ഡിഫറൻസ് ഇൻ ദ ഇലക്ട്രിക്കൽ ചാർജ് അക്രോസ് എ മെമ്പറൈൻ ഈസ് കോൾഡ് ദ മെമ്പറൈൻ പൊട്ടൻഷ്യൽ. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ അകത്ത് നെഗറ്റീവും പുറത്ത് പോസിറ്റീവും ആണെന്ന് നമ്മൾ പറഞ്ഞു. അപ്പോൾ ആ ഡിഫറൻസ് ഇൻ ദ മെമ്പറൈൻ പൊട്ടൻഷ്യൽ, ഡിഫറൻസ് അക്രോസ് ദ മെമ്മറി, ആ ഡിഫറൻസ് ഇൻ ദ പൊട്ടൻഷ്യൽ അക്രോസ് ദ മെമ്മറൈൻ, അതിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നത്? മെമ്മറൈൻ പൊട്ടൻഷ്യൽ എന്ന്. ഓക്കെ, ഇനി ആ റെസ്റ്റിംഗ് സ്റ്റേറ്റിൽ ഇനാക്റ്റീവ് സ്റ്റേറ്റ് ദ ന്യൂറോൺ ഈസ് സെറ്റ് ടു ബി റെസ്റ്റിംഗ്. അതായത് ന്യൂറോൺ ഇമ്പൾസ് ഒന്നും ഫയർ ചെയ്യുന്നില്ല, ചുമ്മാ ഇരിക്കുക. അപ്പം നമ്മൾ അതിന് റെസ്റ്റിംഗ് സ്റ്റേറ്റ് ആണെന്ന് പറയുന്നു. ആ സമയത്തുള്ള റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ, അപ്പോഴുള്ള ആ ഇലക്ട്രിക്കൽ ചാർജ് എന്ന് പറയുന്നത് -70 mV ആണ് കേട്ടോ. അതായത് ന്യൂറോൺ ഒറ്റ നെർവ് ഇമ്പൾസും ഫയർ ചെയ്യാതിരിക്കുന്ന സമയത്തുള്ള പൊട്ടൻഷ്യലാണ് ദ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ. റെസ്റ്റ് ചെയ്യുമ്പോൾ ഉള്ള പൊട്ടൻഷ്യൽ എത്രയാണ്? -70 mV ആണ്. When a nerve impulse is created, it goes through the cell body to the axon to the terminal buttons and it depolarizes the membrane. This leads the sodium ions to move into the cell.
This makes the inside of the membrane more positive with respect to the outside for a period of time. അതായത് അതുപോലെ തന്നെ അടുത്തതും കൂടി വായിക്കട്ടെ കേട്ടോ. Within 1 millisecond, the action potential reaches its peak. No more sodium can enter the cell and potassium ions start leaving the cell. This causes the membrane potential to restore itself to its resting state. അപ്പോൾ ദേ കണ്ടോ, ഇതാണ് ഒരു മെമ്മറൈൻ. ഇവിടെ സോഡിയം പൊട്ടാസ്യം പമ്പുകളുണ്ട്, അതായത് സോഡിയത്തിനും പൊട്ടാസ്യത്തിനും അകത്തോട്ടും പുറത്തോട്ടും പോകാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഇതാണ് സെല്ലിൻ്റെ അകത്ത്, ഇതാണ് സെല്ലിൻ്റെ പുറത്ത്. അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് നെർവ് ഇമ്പൾസ് റെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുറത്ത് ഫുൾ സോഡിയം, പുറത്ത് കൂടുതലും കാണപ്പെടുന്നത് സോഡിയവും അകത്ത് കൂടുതലും ഉള്ളത് പൊട്ടാസ്യവുമാണ്. ഓക്കെ, K+ എന്ന് കാണിച്ചിരിക്കുന്നതാണ് പൊട്ടാസ്യം, Na+ സോഡിയമാണ്. ഇനിയിപ്പോൾ ഒരു ആക്ഷൻ പൊട്ടൻഷ്യൽ ജനറേറ്റ് ചെയ്തു, അതായത് ഒരു മെസ്സേജ് വന്നു. ഒരു എങ്ങനെ മെസ്സേജ് വേണേ നമ്മൾ പെട്ടെന്ന് വല്ല എന്തെങ്കിലും ഒരു സ്റ്റിമുലേഷൻ ഉണ്ടാകും, ഒരു സെൻസറി സ്റ്റിമുലേഷൻ ഉണ്ടാകുമ്പോൾ ആ മെസ്സേജ് എത്തിക്കണം, പെട്ടെന്ന് എത്തിക്കണം. എന്നല്ലെങ്കിൽ ബോഡിയിൽ മസിൽസിലോട്ടായിരിക്കും, അല്ലെങ്കിൽ സെൻട്രൽ നെർവസ് സിസ്റ്റത്തിലേക്ക് പെട്ടെന്ന് ആ മെസ്സേജ് എത്തിക്കണം. അപ്പോൾ ആ മെസ്സേജ് അവിടെ വന്നു, ഡെൻഡ്രൈറ്റ് വഴി നമ്മുടെ സെൽ ബോഡിയിലെത്തി. സെൽ ബോഡിയിലാണല്ലോ ഈ പറയുന്ന പ്ലാസ്മ മെമ്മറൈൻ ഉള്ളത്. അവിടെ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ആക്ഷൻ പൊട്ടൻഷ്യൽ വരുന്ന സമയത്ത് എന്ത് പറ്റുമെന്ന് വെച്ചാൽ ഈ സോഡിയം അയോൺസ് എല്ലാവരും കൂടിയും പുഷ് ചെയ്ത് ഭയങ്കര ഫോഴ്സിൽ ഈ സെല്ലിൻ്റെ അകത്തോട്ട് കയറാൻ തുടങ്ങും. ഓക്കെ, ഈ സെല്ലിൻ്റെ അകത്തോട്ട് കയറാൻ തുടങ്ങും. ഇനി ആ ആക്ഷൻ പൊട്ടൻഷ്യൽ, ആ നെർവ് ഇമ്പൾസ് പതുക്കെ ട്രാവൽ ചെയ്ത് സെല്ലിൽ നിന്ന് എവിടെ എത്തി, പതുക്കെ ആക്സൺ ടെർമിനലിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ, അപ്പം ഇപ്പം എന്ന് പറഞ്ഞാൽ സോഡിയം കുറേ കയറി, അപ്പം അകത്ത് കുറച്ചുകൂടി പോസിറ്റീവ് ചാർജ് ആയി. നേരത്തെ നെഗറ്റീവ് ആയിരുന്നു, സോഡിയം കുറേ അകത്തോട്ട് ഫ്ലഷ് ചെയ്ത് കയറി, ഇപ്പോൾ പോസിറ്റീവ് ചാർജ് ആയി കമ്പയർ ടു ഔട്ട് സൈഡ്. അപ്പം എന്ത് പറ്റി, നമ്മൾ പതുക്കെ ഈ നെർവ് ഇമ്പൾസ് ട്രാവൽ ചെയ്ത് ആക്സോൺ ടെർമിനലിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ആ സോഡിയത്തിന് പിന്നെ കയറാൻ പറ്റാതെ. അപ്പം എന്ത് വെച്ചാൽ ഈ പൊട്ടാസ്യം അയൺസ് ഉണ്ടല്ലോ, ഇപ്പം ഇതിനകത്തുള്ള പൊട്ടാസ്യം അയൺസ് പതുക്കെ പുറത്തോട്ട് പോകാൻ തുടങ്ങും. അങ്ങനെ ആ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ അതായത് ആ ഒരു നെർവ് ഇമ്പൾസിന് ട്രാൻസ്മിറ്റ് ചെയ്ത് താഴെ ആ ഒരു ന്യൂറോണിൻ്റെ അറ്റം വരെ എത്തി. അപ്പോൾ ഇനി തിരിച്ച് വീണ്ടും ന്യൂറോൺ പഴയ റെസ്റ്റിലോട്ട്, ആ ന്യൂറോണിൻ്റെ ഫംഗ്ഷൻ കഴിഞ്ഞു, ഇനിയിപ്പോൾ ആ മെസ്സേജ് അടുത്ത ന്യൂറോണിന് കൊടുത്താൽ മതി. അപ്പം ആ ന്യൂറോണിൻ്റെ ഫംഗ്ഷൻ തീരുമ്പോൾ ന്യൂറോണിന് ഇനി വീണ്ടും പഴയ പോലെ ആവണം അല്ലേ. അപ്പം എന്ത് പറ്റും, ഇനി ആ സോഡിയം ഇനി അകത്തോട്ട് കയറില്ല, മറിച്ച് അകത്തുള്ള പൊട്ടാസ്യം പതുക്കെ പുറത്തേക്ക് പോകാൻ തുടങ്ങും. അങ്ങനെ വീണ്ടും തിരിച്ച് ആ -70 mV എന്ന് പറയുന്ന ആ ഒരു റെസ്റ്റിംഗ് പൊട്ടൻഷ്യലിലോട്ട് എത്തും. അപ്പം ഇപ്പം നമ്മൾ ഡിസ്കസ് ചെയ്തതെന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് ഒരു മെസ്സേജ് ആക്സോണിൻ്റെ ഡെൻഡ്രൈറ്റ് തുടങ്ങി ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റ് തുടങ്ങി ആക്സോൺ ടെർമിനൽ വരെ എത്തണത്. അതൊരു ന്യൂറോൺ എങ്ങനെയാണ് ഒരു മെസ്സേജിനെ അതിൻ്റെ ടോപ്പ് ടു ബോട്ടം വരെ എത്തിക്കുന്നതെന്ന് എങ്ങനെയാണ് നമ്മൾ പറഞ്ഞത്. ആദ്യം മെസ്സേജ് വരുന്നതിന് മുമ്പുള്ള റെസ്റ്റിംഗ് പൊട്ടൻഷ്യലാണ് -70 mV. അകത്ത് ഫുൾ നെഗറ്റീവും പുറത്ത് പോസിറ്റീവുമാണ്. അതിനി മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്ത് പതുക്കെ തീരാറാകുമ്പോൾ, അതായത് ആക്സോണിൻ്റെ ആ സമയത്ത് മെസ്സേജ് പതുക്കെ വന്ന് നമ്മുടെ സെൽ ബോഡിയുടെ അവിടെ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ കൂടുതൽ സോഡിയം അയോൺസ് അകത്തോട്ട് കയറാൻ തുടങ്ങും. അപ്പോൾ അകത്ത് കൂടുതലും പോസിറ്റീവ് അയോൺസ് ആവും. പിന്നെ അത് ട്രാവൽ ചെയ്ത് ആക്സോൺ ടെർമിനലിൽ എത്തിക്കഴിഞ്ഞ് കഴിയുമ്പോൾ പിന്നെ സോഡിയം കയറില്ല. ഓക്കെ, അപ്പം പതുക്കെ പൊട്ടാസ്യം അയോൺസ് പുറത്തേക്ക് പോകാൻ തുടങ്ങും. അങ്ങനെ പതുക്കെ ആ മെസ്സേജ് അവിടെ എൻഡിൽ എത്തിക്കഴിഞ്ഞു എന്ന് മനസ്സിലാക്കി കഴിയുമ്പോൾ പതുക്കെ ന്യൂറോൺ അതിൻ്റെ പഴയ റെസ്റ്റിംഗ് പൊട്ടൻഷ്യൽ വീണ്ടെടുക്കാൻ നോക്കും, അതായത് -70 mV. അപ്പോൾ ഇങ്ങനെയാണ് ഒരു മെസ്സേജ് ഡെൻഡ്രൈറ്റ് തുടങ്ങി ആക്സോൺ ടെർമിനൽ വരെ എത്തുന്നത്. മനസ്സിലായല്ലോ. ഇനി ഓൾ ഓർ നൺ പ്രിൻസിപ്പിൾ, അതായത് ദി ആക്ഷൻ പൊട്ടൻഷ്യൽ വർക്ക്സ് ബൈ ഓൾ ഓർ നൺ പ്രിൻസിപ്പിൾ. ദാറ്റ് ഈസ് whenever it is initiated it goes down the axon to its terminal button or it does not occur at all. അതായത് ഒരു നെർവ് ഇമ്പൾസ് ജനറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് ആക്സോൺ ടെർമിനൽ വരെ എത്തിയിട്ടുണ്ടാകും, അതല്ലെങ്കിൽ അത് വരുന്നില്ല. അതായത് ഒന്നല്ലെങ്കിൽ അത് ഫുള്ള് ജനറേറ്റ് ചെയ്യുന്നുണ്ടോ അത് കറക്റ്റായിട്ട് ട്രാവൽ ചെയ്ത് ടെർമിനലിൽ എത്തുന്നു, അതല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവം, അതായത് ഈ ഒരു നെർവ് ഇമ്പൾസ് ട്രാൻസ്മിഷൻ അവിടെ നടക്കുന്നില്ല. ഈതർ ഓൾ അല്ലെങ്കിൽ നൺ, അതാണ് ഈ പറഞ്ഞിരിക്കുന്നത്. ഓക്കെ,
ഇനി സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ, അതായത് ഇപ്പം നമ്മൾ ഒരു ന്യൂറോണിൽ എങ്ങനെയാണ് മെസ്സേജ് എത്തണേന്ന് പഠിച്ചു. ഇനി എങ്ങനെയാണ് ഈ ന്യൂറോൺ മറ്റൊരു ന്യൂറോണിന് പാസ് ചെയ്യണേന്നാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. അപ്പം ഈ ഒരു ഏരിയയിൽ വരുന്ന വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടേമാണ് സിനാപ്സ്. സിനാപ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദ ജംഗ്ഷൻ ബിറ്റ്വീൻ ടു ന്യൂറോൺസ്, അതായത് രണ്ട് ന്യൂറോൺസ് തമ്മിൽ കൂട്ടിമുട്ടുന്ന ആ ഒരു ജംഗ്ഷനെയാണ് നമ്മൾ സിനാപ്സ് എന്ന് പറയുന്നത്. അവിടെ ഒരു ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റും ഉണ്ടാവും, ഒരു ന്യൂറോണിൻ്റെ ടെർമിനൽ ബട്ടണും ഉണ്ടാവും. ഓക്കെ, ഒരു ന്യൂറോണിൻ്റെ ഡെൻഡ്രൈറ്റും ആവാം, ഒരു ന്യൂറോണിൻ്റെ ടെർമിനൽ ബട്ടണും ആവാം. ഇനി ദ ഇൻഫോർമേഷൻ പാസസ് ഫ്രം വൺ ന്യൂറോൺ ടു അനദർ ത്രൂ ദ സിനാപ്സ്. സിനാപ്സസ് ആർ ഓഫ് ടു ടൈപ്സ്, ഇലക്ട്രിക്കൽ ആൻഡ് കെമിക്കൽ സിനാപ്സസ്. അപ്പം ഈ ഒരു ജംഗ്ഷനെയാണ് ഇപ്പം ഇതെന്ന് പറയും, ഈ ഒരു ജംഗ്ഷൻ, ഇത് രണ്ട് ന്യൂറോൺസ് ആണ് കേട്ടോ. ഈ ഒരു ജംഗ്ഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സിനാപ്സ് എന്ന് പറയുന്നത്. അപ്പം ഇങ്ങനെ ഇവിടെ നിന്ന് ഈ ഇൻഫോർമേഷൻ ഈ ഒരു ന്യൂറോണിലോട്ട് എത്തണത് ഈ സിനാപ്സ് വഴിയാണ്. ഇനി രണ്ട് ടൈപ്പ് സിനാപ്സ് ഉണ്ട്, കെമിക്കൽ സിനാപ്സ് ഉണ്ട്, ഇലക്ട്രിക്കൽ സിനാപ്സ് ഉണ്ട്. നമുക്ക് മെയിനായിട്ട് പഠിക്കാനുള്ളത് കെമിക്കൽ സിനാപ്സ് ആണ്. കെമിക്കൽ സിനാപ്സ് എന്ന് പറയുന്നത്, അതിനു മുമ്പ് ഈ കാണുന്ന ബ്ലൂ കളർ ന്യൂറോൺ ആണ് പ്രീ സിനാപ്റ്റിക്, അതായത് ഏത് ന്യൂറോണാണ് മെസ്സേജ് സെൻഡ് ചെയ്യുന്നത് അതാണ് പ്രീ സിനാപ്റ്റിക്കും, അതായത് സിനാപ്സിന് തൊട്ട് മുന്നുള്ളത്. ഇനി ഏത് ന്യൂറോൺ ആണോ മെസ്സേജ് സ്വീകരിക്കാൻ, റിസീവ് ചെയ്യാനായിട്ട് അവിടെ ഇരിക്കുന്നത് അതാണ് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. ഓക്കെ, അപ്പം ഇത് പ്രീ സിനാപ്റ്റിക് ന്യൂറോണും പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണും. ഈ പറയുന്ന പ്രീ സിനാപ്റ്റിക് ന്യൂറോൺസിൽ കുറേ വെസിക്കിൾസ് ഉണ്ട്. കണ്ടോ, ഈ റൗണ്ട് കളർ കണ്ടോ, ഇതാണ് വെസിക്കിൾസ്. ഈ വെസിക്കിൾസിൻ്റെ ഉള്ളിൽ കെമിക്കൽസ് ഉണ്ട്. ആ കെമിക്കൽസിനെ നമ്മൾ വിളിക്കുന്ന പേരാണ് ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ്. ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഈ ന്യൂറോൺ, അതായത് ആക്ഷൻ പൊട്ടൻഷ്യൽ നെർവ് ഇമ്പൾസ് ഇവിടെ വരെ എത്തി. എന്നിട്ട് ഈ സിനാപ്റ്റിക് വെസിക്കിൾ തുറന്നു ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ഈ പറയുന്ന സ്പേസിലോട്ട്, അതിനെയാണ് നമ്മൾ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് വിളിക്കുന്നത്. അതായത് ഗ്യാപ്പ് ബിറ്റ്വീൻ ദ ടു മെമ്മറീൻ, അതായത് ഈ രണ്ട് ന്യൂറോൺസിൻ്റെ ഇടയിലുള്ള ഗ്യാപ്പിനെയാണ് നമ്മൾ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ഈ ക്ലെഫ്റ്റിലേക്ക് റിലീസ് ചെയ്യുന്നു. അതിനെ സ്വീകരിക്കാനായിട്ട് ഇവിടെ റിസെപ്റ്റേഴ്സ് ആയിട്ട് ആര് കാത്തു നിൽപ്പുണ്ട്, നമ്മുടെ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ കാത്തു നിൽപ്പുണ്ട്. കണ്ടോ, ഈ ബ്ലാക്ക് കളർ കണ്ടോ, അതാണ് റിസെപ്റ്റേഴ്സ്. അപ്പം ആ ന്യൂറോ ട്രാൻസ്മിറ്റർ അവരുടെ ഷേപ്പിനും സൈസിനും ഫിറ്റ് ആവുന്ന റിസെപ്റ്ററിൽ പോയിട്ട് ബൈൻഡ് ചെയ്യും. ഓക്കെ, അപ്പോൾ അതാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. മെമ്മറി ഇൻ ദ ട്രാൻസ്മിറ്റ് ഇൻഫർമേഷൻ ഇസ് കോൾഡ് പ്രീ സിനാപ്റ്റിക് ആൻഡ് മെമ്മറി ഇൻ ദ റിസീവ് ഇൻഫർമേഷൻ ഇസ് കോൾഡ് പോസ്റ്റ് സിനാപ്റ്റിക്. ഗ്യാപ്പ് ബിറ്റ്വീൻ ടു മെമ്മറി ഇസ് കോൾഡ് സിനാപ്റ്റിക് ലെഫ്റ്റ്. അപ്പോൾ ഇതാണ് കെമിക്കൽ സിനാപ്സ്. അപ്പോൾ കെമിക്കൽ സിനാപ്സ് എന്ന് പേര് വരാൻ കാരണം മനസ്സിലായി, അവിടെ കെമിക്കൽസ് റിലീസ് ചെയ്യപ്പെടുന്നുണ്ട്. Neurotransmitters are released by the terminal buttons of the presynaptic neuron and they go into the cleft. There they reach the receptor that are located on the membrane of the postsynaptic neuron. This is the chemical synapse. മനസ്സിലായല്ലോ. ഇനി സ്ട്രക്ചർ ഓഫ് എ സിനാപ്സ്. സിനാപ്സിന് മെയിനായിട്ട് 3 സ്ട്രക്ചറാണ്. ഒന്ന് സിനാപ്റ്റിക് നോബ്, സിനാപ്റ്റിക് ക്ലെഫ്റ്റ്, പ്ലാസ്മ മെമ്മറീൻ ഓഫ് ദ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ. സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത് നമ്മുടെ ആക്സോണിൻ്റെ എൻഡിലെ ടെർമിനൽ ബട്ടൺസ് ഞാൻ കാണിച്ചു. അവിടെ ഒരു ബൾബ് ലൈക്ക് സ്ട്രക്ചറാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഇത് കണ്ടോ, ഈ കാണുന്ന ഈ ഒരു സാധനമാണ് സിനാപ്റ്റിക് നോബ് എന്ന് പറയുന്നത്. ഈ നോബിൻ്റെ ഉള്ളിലാണ് ആര് കാണപ്പെടുന്നത്, സിനാപ്റ്റിക് വെസിക്കിൾസ്. അതിൻ്റെ ഉള്ളിലാണ് നമ്മുടെ ന്യൂറോ ട്രാൻസ്മിറ്റർ. കണ്ട ഈ കുരു കാണുന്ന അതാണ് ന്യൂറോ ട്രാൻസ്മിറ്റർ സ്റ്റോർ ചെയ്ത് വെച്ചിരിക്കുന്നത്. സിനാപ്റ്റിക് ക്ലെഫ്റ്റ് എന്ന് പറഞ്ഞാൽ രണ്ടുപേരുടെയും ഗ്യാപ്പ്, ഈ രണ്ട് ന്യൂറോൺസിൻ്റെ ഇടയിലുള്ള ഈ ഗ്യാപ്പാണ് സിനാപ്റ്റിക് ക്ലെഫ്റ്റ്. പിന്നെ പ്ലാസ്മ മെമ്മറീൻ ഓഫ് ദ പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോൺ എന്ന് പറഞ്ഞാൽ ഇനിയിപ്പോൾ ഈ കൊടുക്കുന്ന ഈ ഒരു ന്യൂറോൺ ഇല്ലേ, ഈ ന്യൂറോണിൻ്റെ ഈ മെമ്മറീനെയാണ് നമ്മൾ സെൽ മെമ്മറീനെയാണ് നമ്മൾ പ്ലാസ്മ മെമ്മറി എന്ന് പറയുന്നത്. The remains sac or vesicles which contain neurotransmitters. ഇനി സ്റ്റെപ്സ് ഓഫ് സിനാപ്റ്റിക് ട്രാൻസ്മിഷൻ. എങ്ങനെയാണ് രണ്ട് ന്യൂറോൺസ് മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നത്? When the nerve impulse reaches the terminal buttons of the presynaptic neuron, the calcium ions move inside the membrane very rapidly and this causes the vesicles to move in the synaptic knob and merge the walls of the presynaptic neuron. അതായത് നെർവ് ഇമ്പൾസ് നമ്മുടെ ആക്സോണിൻ്റെ എൻഡിലെത്തി, നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ, ആക്സോണിൻ്റെ എൻഡിൽ എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ കാൽഷ്യം അയോൺസ് വേഗം നമ്മുടെ മെമ്മറൈൻ്റെ അകത്തോട്ട് കയറാൻ തുടങ്ങുന്ന സമയത്ത് നമ്മുടെ സിനാപ്റ്റിക് വെസിക്കിൾസ് ഉണ്ടെന്ന് പറഞ്ഞു സിനാപ്റ്റിക് നോബിൽ, അവർ മൂവ് ചെയ്യാൻ തുടങ്ങും. അവർ മൂവ് ചെയ്യുമ്പോൾ വാൾസിൽ അവിടെ ഇവിടെയൊക്കെ പോയി ഇടിച്ച് ആ സിനാപ്റ്റിക് വെസിക്കിൾസ് ഓപ്പൺ ആവുകയും അതിൻ്റെ ഉള്ളിൽ നിന്ന് കെമിക്കൽസ് ആയിട്ടുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മുടെ സിനാപ്റ്റിക് ക്ലെഫ്റ്റിലേക്ക് റിലീസ് ചെയ്യപ്പെടുന്നു.
ഓക്കെ, അങ്ങനെ ആ ന്യൂറോ ട്രാൻസ്മിറ്റർ മൂവ് അക്രോസ് ദ സിനാപ്റ്റിക് ക്ലെഫ്റ്റ് ആൻഡ് ട്രൈ ടു റീച്ച് ദ പ്ലാസ്മ മെമ്മറീൻ ഓഫ് ദ പോസ്റ്റ് സിനാപ്റ്റിക് മെമ്മറി. There they bind with the receptors placed on the post-synaptic membrane. അപ്പം ഈ പോസ്റ്റ് സിനാപ്റ്റിക് മെമ്മറിയിൽ കുറേ റിസെപ്റ്റേഴ്സ് ഉണ്ടാവും. അപ്പോൾ ഈ പറയുന്ന മെസ്സേജിന് അടുത്ത് ഇതിലോട്ട് എത്തണമല്ലോ. അപ്പോൾ അപ്പോഴാണ് ആ മെസ്സേജ് എന്ന് പറയുന്നത് ന്യൂറോ ട്രാൻസ്മിറ്റർ ആ മെസ്സേജ് പോയി സിനാപ്റ്റിക് നോബിനെ പോയി സിനാപ്റ്റിക് വെസിക്കിൾസിനെ പോയി പുഷ് ചെയ്യുന്നു. അത് ചെന്നിട്ട് ന്യൂറോ ട്രാൻസ്മിറ്റർ റിലീസ് ചെയ്യുന്നു. ഈ ന്യൂറോ ട്രാൻസ്മിറ്ററാണ് പിന്നെ ഫെർദർ കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ പോയി റിസെപ്റ്ററിൽ പോയി ബൈൻഡ് ചെയ്തിരിക്കും. ഓക്കെ, ഇനി വരുന്ന വേറെ ഇമ്പോർട്ടൻറ്റ് കാര്യമാണ്, 2 ടൈപ്പ് ന്യൂറോ ട്രാൻസ്മിറ്റർ ഉണ്ട്. എക്സൈറ്റേറ്ററി ഉണ്ട്, ഇൻഹിബിറ്ററി ഉണ്ട്. എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണെങ്കിൽ ഇനിയിപ്പോൾ അടുത്ത ന്യൂറോണിൽ നിന്ന് ഇതുപോലെ തന്നെ നെർവ് ഇമ്പൾസ് വേഗം ട്രാൻസ്മിറ്റ് ചെയ്യാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. അതായത് അടുത്ത ന്യൂറോണിനെ പോയി എക്സൈറ്റ് ചെയ്യുന്നു. അതായത് പോസ്റ്റ് സിനാപ്റ്റിക് ന്യൂറോണിനെ എക്സൈറ്റ് ചെയ്യുന്ന ഫംഗ്ഷൻ ഉള്ളവരാണ് എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. ഇൻഹിബിറ്ററി ആണെങ്കിൽ എന്ത് സംഭവിക്കുന്നു, ഇനി അവിടെ വെച്ച് ആ ഒരു ഇൻഫോർമേഷൻ അവിടെ തീരുവാണ്. അതായത് അവിടെ വെച്ച് ആ പ്രോസസ്സ് അവിടെ വെച്ച് നിന്നു, അതിനെ ഇൻഹിബിറ്റ് ചെയ്യുന്നു. ആ അടുത്ത ന്യൂറോണിൻ്റെ ആ ഒരു പ്രോസസ്സ് അവിടെ ഇൻഹിബിറ്റ് ചെയ്യുകയാണ്. അതാണ് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ. Excitatory neurotransmitters cause the sodium ions to come inside the membrane much faster than the potassium ions moving out of the membrane. ഇപ്പം എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണെങ്കിൽ സോഡിയം അയൺസിന് കൂടുതൽ അകത്തോട്ട് കയറാനായിട്ട് ഹെൽപ്പ് ചെയ്യും കമ്പയർഡ് ടു ദ പൊട്ടാസ്യം അയോൺസ് ദാറ്റ് ആർ ഗോയിങ് ഔട്ട്സൈഡ്. അതിനെയാണ് നമ്മൾ എക്സൈറ്റേറ്ററി പോസ്റ്റ് സിനാപ്റ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. The inhibitory neurotransmitter open up the potassium channels causing the potassium ions to move inside. Inhibitory neurotransmitter ആണെങ്കിലാണ് പൊട്ടാസ്യം അയൺസിന് അകത്തോട്ട് കയറാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നത്. This makes the membrane much more negative than at the resting position. അപ്പോൾ റെസ്റ്റിംഗ് പൊസിഷനേക്കാളും കുറച്ചും കൂടി നെഗറ്റീവ് ആവാനായിട്ട് കുറച്ചുകൂടി നെഗറ്റീവ് ആക്കും എന്ത് ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് വരുന്നതെങ്കിൽ. അപ്പം ആ ഒരു സ്റ്റേറ്റ് ഓഫ് ഹൈപ്പർ പോളറൈസേഷൻ എന്ന് പറഞ്ഞാൽ എക്സസ് എമൗണ്ട് ഓഫ് ചാർജ് ആണ്. അതായത് നേരത്തെ ഉണ്ടായ -70 MV കൂടുതൽ നെഗറ്റീവ് ചാർജ് വരുന്നു. ആൻഡ് അതിനെയാണ് നമ്മൾ ഇൻഹിബിറ്ററി പോസ്റ്റ് സിനാപ്റ്റിക് പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത്. ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് that do not bind to the receptors are then sent back to the synaptic knob for re-uptake or either degraded by the enzymes. അപ്പം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ പോസ്റ്റ് സിനാപ്റ്റിക് മെമ്മറിയിൽ റിസെപ്റ്റേഴ്സ് ഉണ്ടാവും ഈ വരുന്ന ന്യൂറോ ട്രാൻസ്മിറ്ററിനെ സ്വീകരിക്കാനായിട്ട്. അപ്പം ഇൻ കേസ് ഇനി റിസെപ്റ്റേഴ്സിലൊന്നും പോയി ബൈൻഡ് ചെയ്യാൻ പറ്റിയില്ല, അതായത് അവയ്ക്ക് പോയി ബൈൻഡ് ചെയ്യാൻ പറ്റുന്ന റിസെപ്റ്റേഴ്സ് അവിടെ ഇല്ല. അപ്പം എന്ത് പറ്റും, തിരിച്ച് ഈ ന്യൂറോ ട്രാൻസ്മിറ്റർ ബാക്ക് ടു ആ സിനാപ്റ്റിക് വെസിക്കിൾസിൽ സിനാപ്റ്റിക് നോബിലേക്ക് പോകുന്നു. ഒന്നല്ലെങ്കിൽ അത് റീയൂസിന് വേണ്ടി ഉപയോഗിക്കും. ഇനി അടുത്തൊരു ട്രാൻസ്മിഷൻ വരുമ്പോൾ അടുത്ത ഉപയോഗത്തിന് വേണ്ടിയിട്ട് കരുതി വയ്ക്കും. അതിനെ നമ്മൾ റീ അപ്ടേക്ക് എന്ന് പറയുന്നത് ഫർദർ യൂസിന് വേണ്ടി. അല്ലെങ്കിൽ ഡീഗ്രേഡ് ചെയ്യപ്പെടും, അവിടെ വെച്ച് തന്നെ ആ ന്യൂറോ ട്രാൻസ്മിറ്ററെ നശിപ്പിച്ച് കളയും എൻസൈംസ് വന്നിട്ട്. അപ്പം അങ്ങനെ ആ ഒരു പാത്ത് വേ അവിടെ ക്ലീൻ ആക്കാണ്. ഓക്കെ, ബൈൻഡ് ചെയ്യാനുള്ള ന്യൂറോ ട്രാൻസ്മിറ്റർ വന്ന് ബൈൻഡ് ചെയ്തു. ഇനി ബൈൻഡ് ചെയ്യാൻ പറ്റാത്ത ന്യൂറോ ട്രാൻസ്മിറ്ററിനെ ഒന്നല്ലെങ്കിൽ തിരിച്ചെടുക്കും റീ അപ്ടേക്കിന് വേണ്ടി, അല്ലെങ്കിൽ അവിടെ വെച്ച് നശിപ്പിച്ച് കളയുന്നു. ഓക്കെ, ഇനി നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിനെ പറ്റി ഇപ്പോൾ കുറേ പറഞ്ഞു. ഇനി എന്തൊക്കെ തരത്തിലുള്ള ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട്? അപ്പം മെയിൻലി പറഞ്ഞതുപോലെ തന്നെ ദ കെമിക്കൽ സിക്രീറ്റഡ് ബൈ ദ സിനാപ്റ്റിക് വെസിക്കിൾസിലെയാണ് നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് വിളിക്കുന്നത്. മെയിനായിട്ട് എക്സൈറ്റേറ്ററി ഉണ്ട്, ഇൻഹിബിറ്ററി ഉണ്ട്. എക്സൈറ്റേറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സിൽ വരുന്നതാണ് അസറ്റൈൽ കോളിൻ, കാറ്റക്കോളാമൈൻസ്, ഗ്ലൂട്ടാമേറ്റ്, ഹിസ്റ്റമിൻ ആൻഡ് സെറട്ടോണിൻ. ഇൻഹിബിറ്ററിയിൽ വരുന്നതാണ് ഗാബ, അതായത് ഗാമ അമിനോ ബ്യൂട്രിക് ആസിഡ്, ഗ്ലൈസീൻ ആൻഡ് സം പെപ്റ്റൈഡ്സ്. മോണോഅമീൻസിൽ വരുന്ന ഡോപ്പമൈൻ, നോറെപ്പിനിഫ്രൈൻ, എപ്പിനിഫ്രൈൻ, മെലറ്റോണിൻ, സെറട്ടോണിൻ. അസറ്റൈൽ കോളൈൻ മെയിനായിട്ട് നമ്മുടെ ലേണിംഗ് മെമ്മറി പ്രോസസ്സിനെയൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ്. പിന്നെ സെറട്ടോണിൻ എന്ന് പറയുന്നത് ഒരു ഹൈലി മൂഡ് സ്റ്റെബിലൈസർ ആണ് കേട്ടോ, സെറട്ടോണിൻ. പിന്നെ ഗാബ എന്ന് പറയുന്നത് ഒരു മേജർ ഇൻഹിബിറ്ററി ന്യൂറോ ട്രാൻസ്മിറ്റർ ആണ് ഗാബ. പിന്നെ അതുപോലെ തന്നെ മെലറ്റോണിൻ നമ്മുടെ ബയോളജിക്കൽ ക്ലോക്ക്, സർക്കേഡിയം റിതം, സ്ലീപ്പ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ കൺട്രോൾ ചെയ്യുന്നത് മെലറ്റോണിൻ ആണ്. പിന്നെ നോറെപ്പിനിഫ്രൈൻ, എപ്പിനിഫ്രൈനും ഒരു ന്യൂറോ ട്രാൻസ്മിറ്റർ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്, ഹോർമോൺ ആയിട്ട് ഫങ്ഷൻ ചെയ്യുന്നുണ്ട്. ഹോർമോണിൻ്റെ കേസ് എടുത്താൽ മേജറായിട്ട് സ്ട്രെസ്ഫുൾ സിറ്റുവേഷൻസിലൊക്കെയാണ് ഈ പറയുന്ന ഹോർമോൺസ് സിക്രീറ്റ് ചെയ്യുന്നത്. ഫൈറ്റ് ഓർ ഫ്ലൈറ്റ് റെസ്പോൺസിനെ നമ്മളെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഹോർമോൺസ് സിക്രീറ്റ് ചെയ്യുന്നത്. ഡോപ്പമൈൻ എന്ന് പറയുന്ന മൂവ്മെൻറ്റിനൊക്കെയാണ് ഹെൽപ്പ് ചെയ്യുന്നത്. ഡോപ്പമൈൻ സിക്രീഷൻ കുറഞ്ഞു കഴിയുമ്പോഴാണ് നമുക്ക് പാർക്കിൻസൺസ് പോലെയുള്ള ഡിസീസ് വരുന്നത്. അതുപോലെ തന്നെ ഡോപ്പമൈൻ്റെ എക്സസ് ആയിട്ടുള്ള സിക്രീഷൻ സ്കീസോഫ്രീനിയ പോലെയുള്ള മെൻ്റൽ ഡിസോർഡേഴ്സിന് കാരണമാവുന്നുണ്ട്. ഓക്കെ,
ഇനി ഡോപ്പമൈൻ ഹൈപ്പോത്തീസിസ്. ഡോപ്പമൈൻ ഹൈപ്പോത്തീസിസ് ഓഫ് schizophrenia states that schizophrenia is caused due to excess activity at dopamine synapses in certain brain areas. അതായത് ഡോപ്പമൈൻ ഹൈപ്പോത്തീസിസ് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ സ്കീസോഫ്രീനിയ ഉള്ള പേഷ്യൻസ്, സ്കീസോഫ്രീനിയ നിങ്ങൾക്ക് അറിയുമെന്ന് അറിയില്ല, നമ്മുടെ മെൻ്റൽ ഡിസോർഡേഴ്സിൽ വരുന്ന സൈക്കോട്ടിക് ഡിസോർഡേഴ്സ് കാറ്റഗറിയിൽ വരുന്ന ദ മേജർ സൈക്കോട്ടിക് ഡിസോർഡറാണ് സ്കീസോഫ്രീനിയ. ഓക്കെ, നമ്മുടെ ഹാലൂസിനേഷൻ, ഡെലൂഷൻ മുതലായ സിംറ്റംസ് ഒക്കെ പ്രോമിനൻ്റ് ആയിട്ട് കാണപ്പെടുന്ന ഡിസോർഡറാണ്. അപ്പം സ്കീസോഫ്രീനിയയിൽ ഡോപ്പമൈൻ്റെ സിക്രീഷൻ വളരെ കൂടുതലാണ്. ഡോപ്പമൈൻ സിനാപ്സിസ് കൂടുതലാണ്. അതായത് ഡോപ്പമൈൻ എന്ന് പറഞ്ഞ ന്യൂറോ ട്രാൻസ്മിറ്റർ പ്രീ സിനാപ്റ്റിക് ന്യൂറോൺ സിക്രീറ്റ് ചെയ്യുമ്പോൾ അതിനെ വന്ന് ബൈൻഡ് ചെയ്യാനായിട്ടുള്ള ഡോപ്പമിൻ റിസെപ്റ്റേഴ്സും തൊട്ടപ്പുറത്തുള്ള പോസ്റ്റ് സിനാപ്റ്റിക് മെമ്മറിയിലും കൂടുതലായിരിക്കും. അതുകൊണ്ട് തന്നെ കുറേ സിനാപ്സിസ് നടക്കും. ആ രണ്ട് ന്യൂറോ ട്രാൻസ്മിറ്റർ കുറേ വന്ന് ബൈൻഡ് ചെയ്യുന്നു. അപ്പോൾ സിനാപ്സിസ് അവിടെ കൂടുതലാണ്. അപ്പോൾ ഡോപ്പമൈൻ്റെ എക്സസീവ് സിക്രീഷൻ വരുമ്പോൾ അത് സ്കീസോഫ്രീനിയയിലേക്ക് നയിക്കുന്നു. അപ്പം നമ്മൾ എന്ത് ചെയ്യും? സ്കീസോഫ്രീനിയ എന്ന് പറയുന്ന ഒരു അസുഖം തടയാനായിട്ട് ഈ ഡോപ്പമിൻ സിനാപ്സിസ് കുറയ്ക്കുന്ന ഡ്രഗ്സ് നമ്മൾ കൊടുക്കും. ഓക്കെ, അതായത് ഡ്രഗ് ആൻറ്റഗോണിസ്റ്റ് എന്ന് നമ്മൾ പറയും. അതായത് ഓപ്പോസിറ്റ് ആക്ഷൻ കൊടുക്കുന്ന ഡ്രഗ്സ് ആണ് നമ്മൾ മെയിനായിട്ട് അവർക്ക് കൊടുക്കുന്നത്. ഓക്കെ, ഇനി യൂസേജ് ഓഫ് ആംഫീറ്റമൈൻ കൊക്കെയിൻ ഇൻക്രീസസ് ഡോപ്പമൈൻ സിനാപ്സിസ്. അതായത് ഇപ്പം ഹോസ്പിറ്റലിലൊക്കെ ഈ സ്കീസോഫ്രീനിയ പേഷ്യൻസിൻ്റെ അടുത്ത് നമ്മൾ കൊടുക്കുന്ന ഒരു സജഷനാണ്. അതായത് ഈ മെഡിസിൻ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത്, അതായത് അണ്ടർ മെഡിക്കേഷൻ ആ ടൈമിൽ അവരുടെ അടുത്ത് നമ്മൾ പറയും ഈ എക്സ്ട്രാ കൊക്കെയിൻ, ആംഫീറ്റമൈൻ മുതലായ ഡ്രഗ്സുകളൊന്നും ഉപയോഗിക്കരുതെന്ന്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇത് ആ മെഡിക്കേഷൻ്റെ എഫക്റ്റ് കുറയ്ക്കും. ഇപ്പോൾ ഇവിടെ എഴുതിയിരിക്കുന്നത് പോലെ തന്നെ ഈ പറയുന്ന ഡ്രഗ്സ് ഡോപ്പമൈൻ സിനാപ്സിസ് കൂട്ടും. അപ്പോൾ ഡോപ്പമൈൻ സിനാപ്സിസ് കൂട്ടിയാലുള്ള കാര്യം എന്താ? അപ്പോൾ സ്കീസോഫ്രീനിയ കൂടത്തല്ലേ ഉള്ളൂ. നമ്മൾ മെഡിസിൻ കഴിക്കുന്നത് എന്തിനാണ്? ഡോപ്പമൈൻ സിനാപ്സിസ് കുറയ്ക്കാൻ. ഈ പറയുന്ന ഡ്രഗ്സ് ഡോപ്പമൈൻ സിനാപ്സിസ് കൂട്ടും. അതുകൊണ്ട് തന്നെ അണ്ടർ മെഡിക്കേഷൻ പീരിയഡിൽ ഈ പറയുന്ന അണ്ടർ മെഡിക്കേഷൻ എന്നല്ല, ഇപ്പം സ്കീസോഫ്രീനിയ ഉള്ള ഒരാൾക്ക് ലൈഫ് ലോങ് മെഡിക്കേഷൻ കഴിക്കണം, മെഡിസിൻ കഴിക്കണം എന്നുള്ളതാണ്. അപ്പം അണ്ടർ മെഡിക്കേഷൻ ടൈമിൽ ഈ പറയുന്ന ഡ്രഗ്സ് ഒന്നും യൂസ് ചെയ്യാതിരിക്കണം. ഓക്കെ, പിന്നെ ഗ്ലൂട്ടാമേറ്റ് ഹൈപ്പോത്തേസിസ്. ഗ്ലൂട്ടാമേറ്റ് ഹൈപ്പോത്തേസിസ് എന്ന് പറയുന്നത് ഡോപ്പമൈൻ പോയിട്ട് ഗ്ലൂട്ടാമേറ്റ് സെൽസിനെ ഇൻഹിബിറ്റ് ചെയ്യും. ഈ ഗ്ലൂട്ടാമേറ്റ് സെൽസിൻ്റെ മെയിൻ ഫങ്ഷൻ എന്ന് പറയുന്നത് ഡോപ്പമൈൻ ഇൻഹിബിറ്റ് ചെയ്യുന്ന ന്യൂറോൺസിനെ സ്റ്റിമുലേറ്റ് ചെയ്യുക എന്നുള്ളതാണ്. ഓക്കെ, അതുകൊണ്ട് തന്നെ ഈ ഡോപ്പമൈൻ ഇൻക്രീസ് ചെയ്യുന്നതും ഗ്ലൂട്ടാമേറ്റ് കുറയ്ക്കുന്നതും രണ്ടും സിമിലർ ആണ്. ഓക്കെ, ഇനി നമ്മൾ ബ്രെയിൻ്റെ മെയിൻ ആയിട്ടുള്ള സ്ട്രക്ചർ, അതായത് ന്യൂറോണിനെ പറ്റി പഠിച്ചു, സ്ട്രക്ചർ പഠിച്ചു, ഗ്ലയൽ സെൽസ് പഠിച്ചു, എങ്ങനെയാണ് നെർവ് ഇമ്പൾസ് ട്രാൻസ്മിറ്റ് ചെയ്യുന്നതെന്ന് നമ്മൾ പറഞ്ഞു, ഡിഫറെൻറ്റ് കൈൻഡ് ഓഫ് ന്യൂറോ ട്രാൻസ്മിറ്റർ നമ്മൾ പറഞ്ഞു. ഇനി നമ്മൾ ബ്രെയിൻ്റെ അടുത്തൊരു ഫീച്ചറിലോട്ട് വരണം, അതാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. അതായത് പഴയ കാലത്തൊക്കെ വിചാരിച്ചിരുന്ന ബ്രെയിൻ വൺസ് അത് ഡാമേജ് ആയിക്കഴിഞ്ഞാൽ പിന്നെ അതിന് റീജനറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല, സെൽസിനൊന്നും വീണ്ടും പുതിയതായിട്ട് ഗ്രോ ചെയ്യാൻ പറ്റില്ല, പ്ലാസ്റ്റിക് അല്ല, ഒട്ടും അഡാപ്റ്റബിൾ അല്ല എന്നൊക്കെയാണ് വിചാരിച്ചിരുന്നത്. പക്ഷേ പിന്നീട് റിസർച്ചേഴ്സ് ഒത്തിരി സ്റ്റഡീസൊക്കെ കണ്ടക്ട് ചെയ്തപ്പോൾ കണ്ടുപിടിച്ച കാര്യം എന്ന് പറയുന്നത് ബ്രെയിൻ എന്ന് പറയുന്നത് കോൺസ്റ്റൻ്റ്ലി ചേഞ്ചിങ് ആൻഡ് അഡാപ്റ്റിംഗ് ഓർഗനാണ്. ഓക്കെ, അതായത് അതിൻ്റെ സ്ട്രക്ചറും ഫങ്ഷൻസും അതിൻ്റെ സെൽസിൻ്റെ സ്ട്രക്ചർ ഫങ്ഷൻസ് ഒക്കെ ചേഞ്ച് ചെയ്യാനായിട്ടുള്ള അല്ലെങ്കിൽ റിപ്പയർ ചെയ്യാനായിട്ടുള്ള കഴിവുണ്ട്. ഇപ്പം എന്തെങ്കിലും ഒരു ഡാമേജോ ഇഞ്ചുറിയോ ബ്രെയിനിന് എന്തെങ്കിലും തരത്തിലുള്ള ഒരു ഡിറ്റോറിയേഷൻ സംഭവിച്ചു കഴിഞ്ഞാൽ അതിനെ കുറേയൊക്കെ വിധത്തിൽ റിപ്പയർ ചെയ്ത് റീജനറേറ്റ് ചെയ്യാനുള്ള കഴിവ് ബ്രെയിനുണ്ടെന്നുള്ളതാണ്. അപ്പം ആ ഒരു കപ്പാസിറ്റി, ദ എബിലിറ്റി ഓഫ് ദ ബ്രെയിൻ ഇസ് നോൺ ന്യൂറോ പ്ലാസ്റ്റിസിറ്റി. പ്ലാസ്റ്റിക് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഫ്ലെക്സിബിൾ ആണല്ലേ, അതുപോലെ തന്നെയാണ് നമ്മുടെ ബ്രെയിൻ. നമ്മൾ കേട്ടിട്ടുണ്ടല്ലേ, അതായത് പുതിയ കാര്യങ്ങൾ പഠിക്കുമ്പോൾ പുതിയ ന്യൂറോൺസ് നമ്മുടെ ബ്രെയിനിൽ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ടെന്നുള്ളതാണ്. അപ്പം എപ്പോഴും പുതിയ നമ്മുടെ ബ്രെയിൻ എപ്പോഴും ആക്റ്റീവായിട്ട് വെക്കുക എന്നുള്ളതാണ് ന്യൂറോ പ്ലാസ്റ്റിസിറ്റി കൊണ്ട്. നമ്മുടെ ബ്രെയിൻ അത്രയും ഫ്ലെക്സിബിൾ ആയിട്ടുള്ളൊരു ഓർഗനാണ്. അതിന് മാക്സിമം നമ്മൾ യൂസ് ചെയ്യാനായിട്ട് നോക്കണം. ഇനി ന്യൂറോ ജെനസിസ് എന്ന് പറയുന്നത് ഗ്രോത്ത് ഓഫ് ന്യൂ ന്യൂറോൺസ്, അതായത് ജെനസിസ് എന്ന് പറഞ്ഞാൽ തന്നെ ഫോർമേഷൻ. അപ്പം ന്യൂറോ ജെനസിസ് എന്തായിരിക്കും? ഫോർമേഷൻ ഓഫ് ന്യൂ ന്യൂറോൺസ്. അപ്പം
പറയുന്നത് എന്താണെന്ന് വെച്ചാൽ നമ്മുടെ അഡൽട്ട് ബ്രെയിനോ ന്യൂ ന്യൂറോൺസിനെ ഫോം ചെയ്യാനായിട്ടുള്ള എബിലിറ്റി ഉണ്ട്. അപ്പം നല്ല ന്യൂട്രിയൻസ് ഉള്ള ഭക്ഷണം കഴിക്കുന്നതിനോടൊപ്പം നല്ലൊരു ആഡിക്വേറ്റ് എൻവയോൺമെൻറ്റ് ഒക്കെയാണ് നമുക്കുള്ളതെങ്കിൽ അത് ഈ ന്യൂറോജെനസിസിനെ സപ്പോർട്ട് ചെയ്യുന്നു. ഒപ്പം തന്നെ ഇപ്പം സ്ലീപ്പ് ഡിപ്രൈവേഷൻ, അതായത് നമുക്ക് ഉറക്കക്കുറവ്, പിന്നെ സ്ട്രെസ്സ്, ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഈ ന്യൂറോജെനസിസിന് കുറച്ച് തടസ്സമായിട്ട് നിൽക്കുന്നു. അപ്പം അതാണ് ന്യൂറോജെനസിസ് എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മുടെ ചാപ്റ്റർ. വളരെ സിമ്പിൾ ചാപ്റ്ററാണ്, വളരെ ഈസി ചാപ്റ്ററാണ്. ഇതാണ് നമ്മുടെ നെർവസ് സിസ്റ്റത്തിന് ഏറ്റവും ബേസിക് ആയിട്ട് വരുന്ന കാര്യങ്ങൾ ഈ ചാപ്റ്ററിലാണ് വരുന്നത്. കാരണം ന്യൂറോൺ എന്ന് പറയുന്നതാണ് നമ്മുടെ ബേസിക് ആയിട്ടുള്ള നമ്മുടെ നെർവസ് സിസ്റ്റത്തിൻ്റെ ഫങ്ഷണൽ യൂണിറ്റ്. ഓക്കെ, അപ്പോൾ നമ്മൾ ഈ ഒരു ചാപ്റ്ററിൽ എന്താണ് ന്യൂറോൺ എന്ന് പഠിച്ചു, അതുപോലെ തന്നെ ന്യൂറോണിൻ്റെ സ്ട്രക്ചർ പഠിച്ചു, പിന്നെ എങ്ങനെയാണ് ഒരു ന്യൂറോണും രണ്ട് ന്യൂറോൺസ് നമ്മൾ മെസ്സേജ് ട്രാൻസ്മിറ്റ് ചെയ്യുന്ന ടൈപ്സ് ഓഫ് ന്യൂറോൺസ് പറഞ്ഞു, ബേസ്ഡ് ഓൺ ദെയർ സ്ട്രക്ചർ ആൻഡ് ഫങ്ഷൻ. അതുപോലെ തന്നെ നമ്മൾ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് എന്ന് പറയുന്നത് എന്താണ്, അവ ഏതൊക്കെ തരത്തിലുണ്ട്, അവരുടെ ഫങ്ഷൻസ് എന്താണ്, ഏതൊക്കെ ന്യൂറോ ട്രാൻസ്മിറ്റേഴ്സ് ഉണ്ട് എന്നൊക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തു അല്ലേ. അപ്പോൾ ക്ലാസ് എല്ലാവർക്കും മനസ്സിലായി എന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.